യുദ്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നാണ് ആർട്ടിലറി എന്ന് പറയുന്നത്. അതായത് തുടർച്ചയായിട്ട് ശത്രുവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വെടിവെക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് ആർട്ടിലറി എന്ന് പറയുന്നത്. അത്യാവശ്യം ലോങ് റേഞ്ച് ആണ്. ആർട്ടിലറി എന്നതിനെ നമുക്ക് കുറച്ചും കൂടെ ലളിതമാക്കി പറഞ്ഞാൽ വലിയ തോക്കുകൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ദൂരെ നിൽക്കുന്ന ശത്രുക്കളെ പോലും ആക്രമിക്കാൻ കഴിയുന്ന വലിയ തോക്കുകൾ. ഈ ഗൺ ടൈപ്പ് ആർട്ടിലറി നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ കയ്യിലുണ്ട്. അതിനകത്ത് ധനുഷ് എന്ന് പറയുന്ന ഇന്ത്യൻ മെയ്ഡ് 155mm ആർട്ടിലറി ഉണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ടൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ആർട്ടിലറി ഉണ്ട്. അതുപോലെ തന്നെ K9 വജ്ര ടി എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിന് പുറമെ റോക്കറ്റ് ആർട്ടിലറി ആയിട്ടുള്ള നമ്മുടെ പിനാക പോലുള്ള സിസ്റ്റംസും ഇന്ത്യയുടെ കൈവശമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിലറി ഷെൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അതായത് സാധാരണ ആർട്ടിലറികളെ അപേക്ഷിച്ച് റാംജെറ്റ് ആർട്ടിലറിയാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് വളരെ വളരെ പ്രധാനമാണ്. ലോകത്ത് ഇന്നേ വരെ ഒരു രാജ്യത്തിനും കഴിയാത്തൊരു നേട്ടമാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. റാംജെറ്റ് പവേർഡ് ആയിട്ടുള്ള 155mm ആർട്ടിലറി ഷെല്ലുകൾ IIT മദ്രാസും ഇന്ത്യൻ ആർമിയും ചേർന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചിങ് വെപ്പൺ ആയിരിക്കും. ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു റോക്കറ്റ് ആർട്ടിലറി അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റാംജെറ്റ് പവേർഡ് ആർട്ടിലറി ആയിട്ടുള്ള ഇത് 155mm ഗൺ ഫയർഡ് ആർട്ടിലറി ഷെല്ലാണ്. സാധാരണ രീതിയിൽ ലോകത്ത് വിവിധ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഷെല്ലുകൾ, പഴയ ഷെല്ലുകളൊക്കെ എന്ന് പറയുന്നത് 22-24 കിലോമീറ്റർ റേഞ്ച് വരുന്ന ഷെല്ലുകളാണ്. ബേസ് ബ്ലേഡ് ഷെൽ എന്ന് പറഞ്ഞിട്ടൊരു ഷെല്ലുണ്ട്. 30-35 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ERFB-BB എന്ന് പറയുന്ന ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഷെല്ലുണ്ട്. 45 കിലോമീറ്റർ വരെയാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ റാംജെറ്റ് പവേർഡ് ആയിട്ടുള്ള ഒരു ഷെൽ എന്ന് പറയുന്നത് 65 മുതൽ 80-90 കിലോമീറ്റർ വരെയൊക്കെ റേഞ്ച് കിട്ടുന്ന ഒരു ഷെല്ലാണ്. എന്ന് വെച്ചാൽ പരമ്പരാഗത ഷെല്ലുകളെ അപേക്ഷിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 30-50% ഇടയിൽ വരെ റേഞ്ച് വർദ്ധിപ്പിക്കാൻ കഴിയുന്നവയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധങ്ങളോ ഇന്ത്യ ചൈന യുദ്ധങ്ങളോ ഒക്കെ ഭാവിയിൽ സംഭവിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് മാറാൻ പോകുന്ന ഒന്നായിരിക്കും ഇത്. കാരണം നമുക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്ന ഒരു ആയുധമായിരിക്കും ഇത്. അതുപോലെ തന്നെ ഈ ആർട്ടിലറി ഷെല്ലുകൾ എന്ന് പറയുന്നത് താരതമ്യേന വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാൻ പറ്റുന്ന ഒരു ആയുധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും റേഞ്ചുള്ള ഒരു ആർട്ടിലറി ഷെല്ല് കൈവശമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ശത്രു രാജ്യങ്ങളെ വിറപ്പിക്കാൻ കഴിയുമെന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവിടെയാണ് ഇന്ത്യയുടെ ഒരു മിടുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ടെക്നോളജി രംഗത്ത്, ആയുധ നിർമ്മാണ രംഗത്തൊക്കെ ഇന്ത്യ പതിയെ പതിയെ ഒരു ശക്തമായ രാജ്യമായിട്ട് മാറാണ്. ലോകത്തെ ആദ്യത്തെ എന്ന ആ ഒരു ടൈറ്റിലോട് കൂടിയിട്ടുള്ള ആയുധങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യൻ ആർമിയുടെ ആർട്ടിലറി ഗൺ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ 130mm, 122mm, 105mm അല്ലെങ്കിൽ 155mm എല്ലാം തന്നെ നമ്മുടെ ആർമിയുടെ കൈവശമുണ്ട്. പക്ഷെ അതിൽ തന്നെ റാംജെറ്റ് പവേർഡ് ആയിട്ടുള്ള ഒരു 155mm ഒരു ഷെല്ലെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സൈന്യത്തിന് കൊടുക്കുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. കാരണം വേറെ രാജ്യങ്ങളുടെ കൈവശം ഒന്നും തന്നെ ഇന്നേ വരെ ഇല്ല. വിവിധ രാജ്യങ്ങൾ ഇത് നിർമ്മിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും അവർക്കൊന്നും തന്നെ സക്സസ് ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഒരു 155mm ഷെല്ലിനകത്ത് റാംജെറ്റ് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് പ്രത്യേകമായിട്ട് തന്നെ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിസൈനിങ്ങിൽ വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്ത്രപരമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് മാത്രമാണ് 155mm ഷെല്ലിനകത്ത് വരുന്നത്. അത് തന്നെയാണ് ഒന്നാമത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്, എല്ലാ രാജ്യങ്ങളുടെയും കൈവശം ഈ റാംജെറ്റ് എഞ്ചിനൊന്നും ഇല്ല. ഇപ്പൊ ഇന്ത്യ, ചൈന അല്ലെങ്കിൽ അമേരിക്ക പോലെ വിരളിൽ എണ്ണാവുന്ന കുറച്ച് രാജ്യങ്ങളുടെ കൈവശം മാത്രമാണ് റാംജെറ്റ് എഞ്ചിൻ ഉള്ളത് എന്നതാണ് മറ്റൊരു കാരണം. റാംജെറ്റ് എഞ്ചിൻ ഉള്ള രാജ്യങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ നേരത്തെ പറഞ്ഞതുപോലെ ലിമിറ്റഡ് സ്പേസിനകത്ത് ഇത് ഘടിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. മാത്രമല്ല എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റ്, പ്രഷർ ഒക്കെ നമുക്ക് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വളരെ ചെറിയ ഷെല്ലായതുകൊണ്ട് തന്നെ അതിനകത്ത് കൂളിംഗ് സിസ്റ്റത്തിനൊന്നുമുള്ള സ്പേസ് തീരെയില്ല. പിന്നെ ആക്യുറസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ലോങ് റേഞ്ച് ഷെല്ലുകളാകുമ്പോൾ തന്നെ അത് ആക്യുറേറ്റ് ആയിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റണം. അവിടെയും ഒരുപാട് ടെക്നോളജിക്കൽ ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ
അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും വിവിധ രാജ്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇത് നിർമ്മിക്കാൻ കഴിയാത്തത്. എന്തായാലും ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള ആ ഒരു ടെക്നോളജിയുടെ കണ്ടെത്തലിൽ എത്തിയിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരു 155mm ഷെല്ല് നിർമ്മിക്കാൻ 1 മുതൽ 2 ലക്ഷം രൂപ വരെ കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ബേസ് ബ്ലീഡ് ഷെല്ല് നിർമ്മിക്കാൻ 3 മുതൽ 5 ലക്ഷം വരെയും കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, റാംജെറ്റ് ഷെല്ല് നിർമ്മിക്കാനായിട്ട് 10 മുതൽ 15 ലക്ഷം വരെയാണ് കോസ്റ്റ് വരുന്നത്. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റോക്കറ്റ് സിസ്റ്റം ആയിട്ടുള്ള പിനാക റോക്കറ്റ് സിസ്റ്റത്തിന് പെർ ഷോട്ടിന് കോസ്റ്റ് വരുന്നത് 30 to 50 ലക്ഷം രൂപയാണ്. ഒരു ക്രൂയിസ് മിസൈല് നമ്മൾ പെർ ഷോട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 30 to 70 കോടിയാണ്. സോ ഇത്രയും കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. ക്രൂയിസ് മിസൈലിന് ഭയങ്കര കോസ്റ്റ് ആണ്. പിനാക റോക്കറ്റ് തന്നെ നമുക്ക് പെർ ഷോട്ടിന് ഏകദേശം 30 to 50 lakhs കോസ്റ്റ് വരികയാണ്. അതിന്റെ പകുതിയിൽ താഴെ മാത്രമേ ഉള്ളൂ റാംജെറ്റ് ഷെല്ല് നമുക്ക് ഒരു ഷോട്ടിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 10 to 15 lakh. സോ ഇത് അതുകൊണ്ടാണ് ഒരു ഗെയിം ചേഞ്ചിങ് ആയുധമായിട്ട് മാറുന്നത്. കാരണം ഇത് വളരെ കോസ്റ്റ് കുറച്ച് നിർമ്മിക്കാൻ കഴിയും. എന്നാൽ മിസൈലുകൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പിനാക റോക്കറ്റ് പോലുള്ളവ നൽകുന്ന എഫക്റ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ എഫക്റ്റ് നൽകാൻ ചിലപ്പോൾ റാംജെറ്റ് ഷെല്ലുകൾക്ക് കഴിഞ്ഞേക്കാം. കാരണം കോസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി മാറുന്നത്. വൈകാതെ തന്നെ നമ്മുടെ സൈന്യത്തിന് ഈ ഒരു റാംജെറ്റ് പവേർഡ് ആയിട്ടുള്ള ഷെല്ലുകൾ മാസ് പ്രൊഡക്ഷൻ നടത്തി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വരാം.